ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. കുടുംബശ്രീ മിഷന്റെ ആഭിമുഖ്യത്തിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയും ഉന്നമനവും ലക്ഷ്യമിട്ട് 2013 മുതൽ വിവിധ ജില്ലകളിൽ ആരംഭിച്ച് നിലവിൽ കേരളത്തിലെ 14 ജില്ലകളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്ക്. അതിക്രമങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും മറ്റ് എല്ലാ ജെൻഡർ വിഭാഗങ്ങളിൽപ്പെടുന്നവർക്കും താൽക്കാലിക അഭയവും കൗൺസിലിംഗും വിവിധ വകുപ്പുകളുമായി സഹകരിച്ച് പ്രശ്നപരിഹാര മാർഗങ്ങളും സ്നേഹിത മുഖേന നൽകി വരുന്നു. ഇത്തരം സേവനങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിനായി കുടുംബശ്രീ മിഷനും സംസ്ഥാന ആഭ്യന്തര വകുപ്പും സംയുക്തമായി സംസ്ഥാനത്തുടനീളം ഡിവൈഎസ്പി ACP ഓഫീസുകൾ കേന്ദ്രീകരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്നേഹിത എക്സ്റ്റൻഷൻ സെന്ററുകൾ. വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്നവർക്ക് അടിയന്തര മാനസിക പിന്തുണയും കൗൺസിലിംഗ് സേവനവും കുടുംബശ്രീ കമ്മ്യൂണിറ്റി കൗൺസിലർ മുഖേന സ്നേഹിത എക്സ്റ്റൻഷൻ സെന്ററുകളിൽ ലഭ്യമാകുന്നു. തിരൂർ DOSP ഓഫീസിലെ സ്നേഹിത എക്സ്റ്റൻഷൻ സെന്ററിന്റെ ഉദ്ഘാടനം തിരൂർ നിയോജക മണ്ഡലം MLA ശ്രീ കുറുക്കോളി മൊയ്തീൻ സാഹിബ് നിർവഹിച്ചു. വാർഡ് കൗൺസിലർ ശ്രീമതി സീതാലക്ഷ്മി അധ്യക്ഷത വഹിക്കുകയും DOSP ശ്രീ മൂസ വള്ളിക്കാടൻ മുഖ്യാതിഥിയുമായ ചടങ്ങിൽ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ശ്രീ റനീഷ് സ്വാഗതം പറയുകയും ചെയ്തു. സ്നേഹിത കൗൺസിലർ വിഷയാവതരണം നടത്തുകയും തലക്കാട് CDS ചെയർപേഴ്സൺ ശ്രീമതി ജസ്ന ബാനു ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുകയും ചെയ്തു. പരിപാടിക്ക് തിരൂർ കമ്മ്യൂണിറ്റി കൗൺസിലർ ശ്രീമതി പ്രവീണ നന്ദി പറഞ്ഞ് ചടങ്ങ് അവസാനിപ്പിച്ചു. സ്നേഹിത എക്സ്റ്റൻഷൻ സെന്ററുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് 4:30 മണിക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പാലക്കാട് വെച്ച് നിർവഹിക്കുന്നുണ്ട്. ആയതിന്റെ യഥാസമയം തന്നെ സംസ്ഥാനത്തുടനീളം വിവിധ DYSP SP ഓഫീസുകളിൽ ഇത്തരത്തിലുള്ള സ്നേഹിത എക്സ്റ്റൻഷൻ സെന്ററുകളുടെ ഉദ്ഘാടനം നടക്കുകയാണ്. നമ്മുടെ കേരള സർക്കാരും കുടുംബശ്രീ ജില്ലാ മിഷനും ഒത്തൊരുമിച്ചുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെയുള്ള ഒരു പദ്ധതിക്ക് ഇന്ന് 4:30 മണിക്ക് ഉദ്ഘാടനം നടക്കുകയാണ്. അതിന്റെ ഫലമായിട്ടാണ് ഇന്ന് ഓരോ തദ്ദേശ സ്ഥാപനങ്ങളിലും നമ്മുടെ DYSP കേന്ദ്രീകരിച്ചിട്ട് ഇങ്ങനെയുള്ള ഒരു സ്നേഹിത സെന്ററിന് രൂപം കൊടുത്തിട്ടുള്ളത്. ഇത് രൂപം കൊടുത്തു പോയാൽ മാത്രം പോരാ, ഇതിന്റെ കൂടെ നമ്മൾ പോവുകയും വേണം. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് എന്തൊക്കെയോ നടക്കുന്നത് അത് തുറന്നു കാണിക്കുവാനും അതുപോലെ തന്നെ നമ്മളിൽ ഓരോരുത്തർക്കും ഈ പറയുന്ന എനിക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം. നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ ചുറ്റുപാടും നമ്മുടെ അനുഭവങ്ങളിലുണ്ട്, ഒട്ടേറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് ഇതിലേക്ക് എത്തിക്കാൻ കഴിയാതെ വന്നതിന്റെ പേരിൽ മരണമടഞ്ഞ ഒരുപാട് കേസുകളുണ്ട്. അപ്പോ എന്തൊക്കെ അനുഭവങ്ങൾ, കാരണം ഒരു കൊച്ചു കുട്ടീനാണെങ്കിലും വീട്ടില് നിർത്താൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള ഒരു എക്സ്റ്റൻഷൻ സെന്റർ രൂപീകരിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ കാര്യങ്ങൾ ഇവിടെ വന്ന് പറയുന്ന കാര്യങ്ങൾ എന്തായാലും പുറത്തേക്കൊന്നും പോവില്ല. ശരണ്യാണ് അതിന്റെ എല്ലാ കോർഡിനേറ്റർ ആയിട്ടുള്ളത്. പക്ഷെ നമ്മളെ ജെൻഡർ RP ആയിട്ട് നമ്മുടെ പ്രവീണയുണ്ട് CDS തലത്തില്. അപ്പൊ നമ്മുടെ കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ഒരു വേദി കൂടിയാണ് ഇവിടെ. ഈ സെന്ററിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സ്വാഗത ഭാഷണത്തിൽ റനീഷ് വിശദീകരിക്കുകയുണ്ടായി. കാലികമായ ചില പ്രശ്നങ്ങളിലേക്ക് ചുരുക്കം വാക്കുകളിലാണെങ്കിലും ശ്രദ്ധ തിരിച്ച് വിടുന്ന രീതിയിലാണ് സീതാലക്ഷ്മിയും നമ്മോട് സംസാരിച്ചത്. കേരളം ഒരു കൊച്ചു സംസ്ഥാനമാണ് ഇന്ത്യക്കകത്ത്. ഇന്ത്യ എന്ന മഹാരാജ്യത്തിനകത്ത് നമ്മുടെ സ്ഥാനം വളരെ ചെറുതാണെങ്കിലും വിദ്യാഭ്യാസ രംഗത്തും മറ്റു ചില മേഖലകളിലും നമുക്ക് വലിയ മുന്നേറ്റം നടത്താൻ ഇന്ത്യക്ക് മാതൃകയായി, ലോകത്തിൻ്റെ മുമ്പിൽ തന്നെ മാതൃകയായി നിൽക്കാനൊക്കെ അവസരം കിട്ടിയ പല അവസരങ്ങളും സന്ദർഭങ്ങളും ഉണ്ട്. നമ്മുടെ വലിയ മൂലധനമായി തന്നെ നമ്മൾ കാണുന്നത് സാക്ഷരതയിലെ നമ്മുടെ ഉയർച്ചയും വൈജ്ഞാനികമായി നമ്മൾ നേടിയ നേട്ടങ്ങളുമാണ്. പക്ഷെ സാംസ്കാരിക തലത്തിൽ പൊതു ഇടങ്ങളിലെ വിഷയങ്ങളിലേക്ക് ഇടപെടുമ്പോൾ തലതാഴ്ത്തേണ്ട, പ്രയാസപ്പെടേണ്ട, ദുഃഖിക്കേണ്ട അനവധി സംഭവങ്ങൾ ഉണ്ടാവുകയാണ്. സ്ത്രീ പീഡനങ്ങളുടെ കഥ, ബാലികാ പീഡനങ്ങളുടെ സംഭവങ്ങൾ, ഇതേപോലെയുള്ള നാണം കെട്ടുന്ന രീതിയിലുള്ള സംഭവ വികാസങ്ങൾ നടന്നു വരികയാണ്. അതിന് പല കാരണങ്ങളുമുണ്ട്. ലഹരിയുടെ വർദ്ധിച്ച വർധനവ് അതിനൊരു കാരണമായി മാറുന്നുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തുകൊണ്ട് നാം നേടിയ ഈ വിദ്യാഭ്യാസം, ഈ വൈജ്ഞാനികമായ വളർച്ച സാംസ്കാരിക രംഗത്ത് നിഴലടിക്കുന്നില്ല എന്നതിനെ കുറിച്ച് നമ്മളൊക്കെ ചിന്തിക്കേണ്ടതുണ്ട്. എന്തിൻ്റെ പോരായ്കയാണ് നമുക്ക് സംഭവിച്ചത്? ഒരു ധാർമ്മികതയുടെ, ഒരു മനുഷ്യത്വത്തിൻ്റെ ഒരു കുറവ് ഇവിടെ നിങ്ങൾക്കുണ്ടായിട്ടുണ്ട്. നമുക്കതുകൂടി ഉൾച്ചേർത്ത് മുന്നോട്ട് പോകേണ്ടതുണ്ട് ഭാവിയിൽ എന്നുകൂടി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അമ്മയെ തിരിച്ചറിയാൻ, പെങ്ങളെ തിരിച്ചറിയാൻ, തൻ്റെ മകളെ തിരിച്ചറിയാൻ എല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട്. നാം വിദ്യാലയ മുറ്റത്ത് വെച്ച് കൊച്ചുനാളിൽ പ്രതിജ്ഞയെടുത്തു.
ഇന്ത്യ എൻ്റെ രാജ്യമാണ്. എല്ലാ രാജ്യക്കാരും എൻ്റെ സഹോദരി സഹോദരങ്ങളാണ്. ആ പ്രതിജ്ഞ ചുണ്ടുകൾക്ക് വെറുതെ ഒരു വ്യായാമത്തിന് വേണ്ടി ചൊല്ലിച്ചതല്ല. അതൊരു അലങ്കാരത്തിന് വേണ്ടി പറയിപ്പിച്ചതല്ല. നമ്മൾ കുട്ടികളിൽ രൂഢമൂലമാകേണ്ട ഒരു ചിന്തയെക്കുറിച്ചാണ് കൊച്ചുനാളിൽ നമ്മുടെ അധ്യാപകന്മാർ നമ്മളെ കൊണ്ട് ഈ പ്രതിജ്ഞ ചൊല്ലിപ്പിച്ചത്. പക്ഷേ വഴിയിൽ വെച്ച് നമ്മളെ അപഹരിച്ചു കൊണ്ടുപോയ ചില ആളുകൾ നമ്മളിൽ മസ്തിഷ്ക പ്രക്ഷാളനത്തിന് വഴിയൊരുക്കിയ ചില കൂട്ടർ അതൊക്കെ തകർത്തെറിഞ്ഞിരിക്കുകയാണ്. ആരും കൊത്തിനുറുക്കി ഉപയോഗിക്കേണ്ടവരല്ല. ഒക്കെ അതിൻ്റെ വിശാലമായ ഹൃദയത്തോടുകൂടി, പരസ്പര ബോധത്തോടുകൂടി, സ്നേഹത്തോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം. അതിന് ആ ഒരു നാളേക്ക് വേണ്ടി നമുക്ക് സ്വപ്നം കാണാം. അതിന് സ്നേഹിതർക്കും സേവനമർപ്പിക്കാനുള്ള ഒരിടമുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ചുരുക്കുന്നു. എല്ലാ അഭിവാദ്യങ്ങളും. ജയ് ഹിന്ദ്. ആവശ്യമായ പിന്തുണയും കൗൺസിലിങ്ങും ഒക്കെ കൊടുക്കുക, അതുവഴി ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ആ ബുദ്ധിമുട്ടുകളിൽ നിന്ന് കരകയറാൻ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നമുക്കറിയാം, ഇന്നത്തെ കാലിക പ്രസക്തിയുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ ലളിതമായി നമ്മുടെ MLA അവറുകൾ ഇവിടെ പ്രതിപാദിച്ചു. നമ്മൾ സാമ്പത്തികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും നമ്മുടെ സമൂഹം കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ അല്ലെങ്കിൽ കഴിഞ്ഞ 2-3 പതിറ്റാണ്ടുകളായിട്ട് വളരെയധികം ഉന്നതിയിലെത്തിയിട്ടുണ്ട്. അതേസമയം മറ്റു ചില മേഖലകളിൽ അതിൻ്റെ ഫലം എത്തുന്നുണ്ടോ എന്ന് നമുക്ക് സംശയമുണ്ട്. സാമൂഹിക ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ ഒക്കെ വളരെയധികം ചില ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് അനുഭവപ്പെടാറുണ്ട്. അല്ലെങ്കിൽ ഒരു കുടുംബം വേർപിരിയലിൻ്റെ വക്കിൽ എത്തി നിൽക്കുന്ന ചില പ്രശ്നങ്ങളൊക്കെ ഒരു കൗൺസിലിങ്ങിൻ്റെ ബലത്താൽ നമ്മുടെ ഒരു കുറച്ചു നേരത്തെ സംസാരം കൊണ്ട് ഒരു പക്ഷേ അവരെ തിരിച്ച് ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ കുടുംബ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന എത്രയോ അനുഭവങ്ങൾ ഈ കുറച്ചു കാലത്തെ പോലീസ് ജീവിതത്തിനിടയിൽ നമുക്ക് ഇതിൻ്റെ ആളുകൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. മലപ്പുറം ജില്ലയെ പോലെ ഇത്ര വിശാലമായ ഒരു സ്ഥലത്ത് ഒരു മൂലയിൽ ഒരു സ്നേഹിത ഉണ്ടായതുകൊണ്ട് ഇത്രയും വിശാലമായ സ്ഥലത്തുള്ള ആളുകൾക്ക് എന്തെങ്കിലും ഒരു കൗൺസിലിങ്ങോ എന്തെങ്കിലും എത്തിപ്പെടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ പ്രശ്നം വന്നപ്പോൾ നമ്മൾ പൊന്നാനി ഒരു മിനി സ്നേഹിത എന്ന് പറഞ്ഞിട്ട് പോലീസുകാർ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊന്നാനിയിൽ നിന്ന് മലപ്പുറം വരെ എത്തിപ്പെടുക എന്നുള്ളതുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. പിന്നീടാണ് അതും പോരാ, കാരണം പോലീസ് സ്റ്റേഷനിൽ നിന്ന് വരുന്ന കേസുകൾ സ്നേഹിതയിലേക്ക് റെഫർ ചെയ്യുന്നതും കുറേ ഉണ്ട്. മലപ്പുറത്താണ് സ്നേഹിത ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ മറ്റ് സ്ഥലങ്ങളിലും DYSP ഓഫീസ് കേന്ദ്രീകരിച്ച് സ്നേഹിത പ്രവർത്തിക്കുന്നത് നന്നായിരിക്കും എന്നൊരു ആലോചന വന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ എക്സ്റ്റൻഷൻ സെൻറ്റർ തുറന്നത് നമ്മൾ. പക്ഷേ ഇവിടെ വരുന്ന കേസ് ഒരു കൗൺസിലിങ്ങിൽ ഒതുങ്ങുന്ന തരം കേസല്ല എന്ന് നമുക്കറിയാം. കാരണം DYSP ഓഫീസിൽ എത്തുന്ന കേസ് അതിലും കുറച്ചും കൂടെ ബുദ്ധിമുട്ടുള്ള കേസുകളായിരിക്കും. പക്ഷെ നമ്മൾ ഈ ഒരു സെന്റർ ഇവിടെ ഉദ്ഘാടനം നിർവഹിച്ചത് DYSP ഓഫീസിന് വേണ്ടി മാത്രമായിട്ടല്ല, ഈ DYSP ഓഫീസിന്റെ കീഴിൽ വരുന്ന സ്റ്റേഷനിലെ കേസുകൾ, കൗൺസിലിംഗ് ആവശ്യമുള്ള കേസുകൾ പോലീസുകാർക്ക് ഇവിടേക്ക് റെഫർ ചെയ്യാം. അവരുടെ റെഫറൻസ് കിട്ടുകയാണെങ്കിൽ 2 ദിവസം, മാസത്തിൽ 2 ദിവസം കൗൺസിലർ ഇവിടെ ഉണ്ടായിരിക്കും. ആഴ്ചയിൽ 2 ദിവസം കൗൺസിലർ ഉണ്ടായിരിക്കും. ആ ദിവസങ്ങളിൽ അവരുടെ സേവനം എന്തായാലും ഉപയോഗപ്പെടുത്താം. അങ്ങനെ അവർക്ക് അതിൽ കൂടുതൽ ദിവസം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അറിയിച്ചു കഴിഞ്ഞാൽ ആ ദിവസം കൂടെ ഉപയോഗപ്പെടുത്താൻ പറ്റും. അപ്പോൾ സാറ് പറഞ്ഞതുപോലെ ഒരു കൗൺസിലിങ്ങിലൂടെ ചില കാര്യങ്ങൾ എന്തായാലും ഒന്ന് തുറന്ന് സംസാരിച്ചാൽ തീരാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും. മേധാവികളോടും പ്രവർത്തകരോടും ആദ്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. പിന്നെ ഇവിടെ വന്ന് നമ്മളുടെ ഈ പരിപാടിയിലേക്ക് വന്ന എല്ലാ മാന്യ വ്യക്തിത്വങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടി യോഗം പിരിച്ചുവിട്ടതായി അറിയിച്ചോളൂ. മീഡിയ ന്യൂസ്, തിരൂർ.